ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഷെഫ് താടിക്കാരൻ ഹിയർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരികയാണ് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ്. അത് എങ്ങനെ എളുപ്പം വീട്ടിലുണ്ടാക്കാന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോ അതിനായിട്ട് 1 കിലോ ചിക്കൻ ആണ്. ഇത് ബോൺലെസ് പീസസ് ആണ്, ബ്രസ്റ്റ് പീസ് ആണ് ചിക്കൻ്റെ. 1 കിലോ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വറുക്കാൻ പോവുകയാണ് ആദ്യം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ചിക്കനിലേക്ക് ആദ്യം തന്നെ നിയർലി ഒരു 2 ടീസ്പൂൺ ലൈറ്റ് സോയാണ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 മുട്ടയുടെ വെള്ള, ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, നമുക്കിതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് നമുക്ക് ലംസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാനൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മസാലേന്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ സോയാ സോസ് കിട്ടാല്ലേ, അപ്പൊ ആ ഫ്ലേവർ ഉപ്പൊക്കെ നല്ല രീതിക്ക് കയറി പിടിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ് ഫ്രൈ ആണ് ചെയ്യണത് നമ്മൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഹോട്ടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈങ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച് പാൻ നല്ലോണം ഹോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ട് നോക്കാം. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ഇട്ട് നോക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വറുക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാണ് എണ്ണ ചൂടാക്കാൻ. കുറച്ച് സമയം എടുത്ത് എണ്ണ ചൂടാകാനായിട്ട്. എന്നാൽ പോലും നമുക്കിത് ചിക്കൻ്റെ കളർ ഭയങ്കര ഡാർക്കായി പോലും നമുക്ക് ഇങ്ങനെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാനാണെങ്കിൽ. ഇപ്പോൾ സേഫ് ടെമ്പറേച്ചറാണ് മീഡിയം ഹീറ്റ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കൻ വറുക്കാനായിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 5 മുതൽ 8 മിനിറ്റ് അതിനുള്ളിൽ ചിക്കൻ വേകണം. ചിക്കൻ്റെ മീറ്റ് ഉള്ളിൽ വേഗം ചെയ്യണം, പുറമെ ക്രിസ്പി ആയി കിട്ടണം. അങ്ങനെയാണ് നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമുള്ളത്. നമുക്ക് ചിക്കൻ വറുക്കാം. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് കളറൊക്കെ നൈസായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ. മൊത്തത്തിൽ ഈ ചിക്കൻ നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എത്തിയിട്ടുണ്ട് ചിക്കൻ. ഇപ്പോൾ നമുക്കിത് മാറ്റാം. എനിക്കിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യാനുള്ളത്. എനിക്കിനി ഒരു ബാച്ച് കൂടെ ഉണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത അതേ പാനിൽ തന്നെ നമുക്ക് ഇനി ചില്ലി ചിക്കൻ്റെ സോസ് റെഡിയാക്കണം. സോസ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത എണ്ണ തന്നെ ഉപയോഗിക്കണമെങ്കിൽ നല്ലത്. ഞാൻ ഇപ്പം നിയർലി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നൈസായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, എപ്പോഴും മീഡിയം ഹീറ്റിൽ വെച്ചോളം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഹൈ ഹീറ്റിലാണ് ചെയ്യണമെങ്കിൽ ഈ വെളുത്തുള്ളിയൊക്കെ ഒരു ഇടുമ്പോ തന്നെ ഒന്ന് കറുത്തു പോകും. ഇതിനകത്തേക്ക് നമ്മൾ ജൂലിയൻ ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം നല്ല രീതിക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചൈനീസ് കുക്കിംഗ് പൊതുവെ ഹൈ ഹീറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് കുക്ക് ചെയ്ത് തരുന്ന ഒരു സ്റ്റൈലാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഇടണമെന്നുള്ള നിർബന്ധമല്ല. ഇഞ്ചി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണ് അത്യാവശ്യം, അതുകൊണ്ട് മാത്രമാണ് ഇഞ്ചി ഇട്ടത്. സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവണേരം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒന്ന് ജസ്റ്റ് വാടി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് എണ്ണയുടെ കുറവ് തോന്നി. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മൊത്തം 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ബെൽ പെപ്പേഴ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബെൽ പെപ്പേഴ്സ് ആണ്, നമുക്ക് ഇട്ട് കൊടുക്കാം.
ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരിയും ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ വിനാഗിരിയുടെ പുളി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിനാഗിരി തക്കാളിയുടെ സോസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പം അതിൻ്റെയൊക്കെ പുളി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുക. ഞാനിപ്പോൾ ഒരു പിഞ്ച്, അതായത് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യണത്. നുള്ളിട്ടാൽ മതി, അധികമൊന്നും ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ഒരു മധുര ചോയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില്ലി ചിക്കൻ ആ ചെറിയ എരിവൊക്കെ വേണം. ഞങ്ങൾക്ക് ഇവിടെ പൊതുവെ എരിവ് അങ്ങനെ അധികം താല്പര്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം എരിവായിട്ടൊന്നും ആഡ് ചെയ്യണില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഇടുക, അത് നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എരിവ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉണ്ടാവും. ഞാനിതിപ്പോൾ ചില്ലി സോസൊന്നും ആഡ് ചെയ്യണില്ല. എനിക്ക് ചെറിയൊരു എരിവാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യണത്. നമ്മൾ ചില്ലി ചിക്കൻ ഇപ്പോൾ ചെയ്ത് വെച്ചിരുന്ന സോസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബെൽ പെപ്പേഴ്സൊക്കെ ഒന്ന് ക്യാപ്സിക്കം ഒക്കെ നല്ല ഒരു ഇത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണ്ട രീതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടാനായിട്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കി നമുക്ക് അവസാനം എപ്പോഴും ഇടാവുന്നതാണ് ഉപ്പ്. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അരോമിക് പൗഡർ ഉണ്ടെങ്കിൽ, അതായത് ചിക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഫ്ലേവർ കൂട്ടുന്ന ഒരു പൗഡറാണ്. ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഈ സമയത്ത്. അല്ലെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം നമുക്ക് ഈ സമയത്ത്. നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നിയർലി ഒരു 200 ഗ്രാമോളം ഉണ്ട് ടൊമാറ്റോ കെച്ചപ്പ്. നമുക്ക് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാശ്മീരി മുളക് പൊടിയാണ്. ഇത് കളറിന് നല്ലതായിരിക്കും, എരിവ് കുറച്ച് കുറവായിരിക്കും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ മുളക് പൊടി ഇട്ടതല്ല അപ്പം അതിൻ്റെ ഒരു ചുവ മാറണ്ടേ. ഇപ്പം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സോസിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ലൂസാണ്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ആക്ച്വലി ആവശ്യത്തിന് നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പയ്യെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഇതിൻ്റെ അതിൽ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചില്ലി ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഇപ്പം ഉണ്ടാക്കിയാൽ അധികം ചില്ലി ഒന്നായിട്ടല്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വേണ്ട രീതിക്ക് സ്പൈസിയൊക്കെ ആഡ് ചെയ്തിട്ട് ചില്ലി സോസും മുളകൊക്കെ ആഡ് ചെയ്ത് പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ട് സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം എനിക്കിവിടെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം സ്പൈസി ആക്കുന്നില്ല.
നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നുള്ള ഇഷ്ടപ്പെട്ടെന്ന് ഇല്ലെങ്കിൽ ഇല്ലെന്നുള്ളത് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഡിസ്ലൈക്ക് ബട്ടണും ഉണ്ട്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കണും ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.